നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. വെറുതെയല്ല ഭാര്യ എന്ന ഷോയുടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരങ്ങളാണ് മഞ്ജു പത്രോസും ഭർത്താവ് സുനിച്ചനും. മഞ്ജു പിന്നീട് നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട്. എന്നാൽ സുനിച്ചനെ പിന്നീട് പ്രേക്ഷകർ ആരും തന്നെ കണ്ടിട്ടില്ല. ഇതിനിടയിൽ സുനിച്ചനുമായി താൻ അകന്നു കഴിയുകയാണ് എന്ന് മഞ്ജു തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികരിച്ച് രംഗത്തെത്തിരിക്കുകയാണ് സുനിച്ചൻ. ഇത്രയും കാലം താൻ എവിടെയായിരുന്നുവെന്നും എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നില്ല എന്നും താരം മനസ്സ് തുറക്കുന്നു. അഭിമുഖത്തിനിടയിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഞാൻ ദുബൈയിലായിരുന്നു. എക്കോസ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ടീം ഉണ്ട്. എനിക്ക് 2016 അത് തുടങ്ങിയത്. 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. പ്രോഗ്രാം കുറഞ്ഞ സമയത്ത് ദുബായിലെ ഷാർജയിലുള്ള ഒരു കസിനും ഫ്രണ്ടുമായ ജസ്റ്റിൻ വിളിച്ചു. അങ്ങനെ ഞാനൊരു വിസിറ്റിംഗ് വിസയ്ക്ക് കയറിപ്പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. നമുക്ക് അറിയാവുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നന്നായി ജോലി ചെയ്ത് പോകുന്നതിന് ഇടയ്ക്കാണ് എനിക്ക് ഹൃദയത്തിൽ ഒരു ബ്ലോക്ക് വന്നത്. അങ്ങനെ ഞാൻ തിരിച്ചു പോരുകയായിരുന്നു. നാട്ടിൽ വന്ന് 1.5 വർഷത്തോളമായി. ഇപ്പോൾ വീണ്ടും എക്കോസ് പൊടി തട്ടിയെടുക്കുന്നുണ്ട്. പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെന്റിലാണ്. ഇപ്പോൾ ഞാൻ തിരിച്ചു പോകാവുന്ന അവസ്ഥയിലല്ല. അഭിനയം എന്റെ മേഖലയല്ല, ഭയമാണ് എനിക്ക്. പാട്ടാണ് എന്റെ മേഖല. വെറുതെയല്ല ഒരു ഭാര്യ എന്ന പ്രോഗ്രാം ഭയങ്കര രസകരമുള്ള കലാപരിപാടിയായിരുന്നു. ആദ്യ ഭാഗം കണ്ടാണ് 2ാമത്തെ സീസണിലേക്ക് അപേക്ഷിക്കുന്നത്. ഭാര്യയുടെ താല്പര്യമായിരുന്നു അത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ രസകരമാണ്. എന്നാൽ അന്നത്തെ ഷോയിൽ ഉണ്ടായിരുന്ന ആളുകളുമായി വലിയ അടുപ്പമൊന്നും ഇപ്പോഴില്ല. തട്ടിമുട്ടിക്കകത്ത് മഞ്ജു പിള്ള ചേച്ചിയാണ് എന്നെ വിളിച്ച് ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞത്. നീ വരണം, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് ശരിയല്ല. എനിക്കറിയാം എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന്. ഞാനിപ്പോൾ കോട്ടയത്ത് തനിച്ചാണ് താമസിക്കുന്നത്. ലൈഫ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഹാപ്പി ആയിട്ടൊക്കെ പോവുകയാണ്. വൈഫ് ട്രിവാൻഡ്രത്താണ്. പുള്ളിക്കാരി ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ട്രിവാൻഡ്രത്താണ് താമസം. മകൻ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. ഞാനും മഞ്ജുവും ഇതുവരെ നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല. ബ്ലാക്കിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചാനൽ മഞ്ജുവും സിമിയും കൂടെ തുടങ്ങിയ ചാനലാണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. ഒരു തവണ ഓണാവധിക്ക് വന്നപ്പോൾ വീഡിയോ ചെയ്തിരുന്നു. പിന്നെ 2 വർഷം കൂടുമ്പോഴാണ് ഞാൻ വന്നിരുന്നത്. ഞാൻ വന്നാലും പുള്ളിക്കാരി ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തേക്ക് വന്നിട്ടില്ല. വരേണ്ട ആവശ്യം വന്നിട്ടില്ല. അതായിരിക്കും. എനിക്ക് ഭയങ്കര ചമ്മലാണ് ഈ മീഡിയയ്ക്ക് മുൻപിലൊക്കെ വന്ന് ഇരിക്കാൻ. മകൻ എന്നെ പോലെ വളരെ ഷൈയാണ്. അവൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. എല്ലാം വളരെ സില്ലിയായി എടുക്കുന്ന ആളാണ്. വാശിക്കാരനൊന്നുമല്ല. എല്ലാ കാര്യങ്ങളെയും കൂളായി കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു മകനെ കിട്ടിയത് ഒരു കണക്കിന് ഭാഗ്യമാണ്. മകനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള കുട്ടിയാണ്. അഭിനയിക്കുവാൻ നല്ല താല്പര്യമുള്ള ആളാണ്. ഞാൻ ബാംഗ്ലൂരിൽ പോയി അധികം കാണാറില്ല. ഇടയ്ക്ക് പോകാറുണ്ട്. കറങ്ങും, ഭക്ഷണം കഴിക്കും. നാട്ടിൽ വരുമ്പോൾ വിളിക്കും. ഞങ്ങൾ ഒരുമിച്ച് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണെന്നും സുനിച്ചൻ പറയുന്നുണ്ട്.